ഖുർആൻ വളരെ കൃത്യമായി ഡെഫിനിഷൻ നൽകുകയാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക, വ ഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്ന ഖുർആൻ. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിജയമെന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് മോചനം നേടിയിട്ട് സ്വർഗപ്രവേശനം ലഭിക്കലാണ്. അതാണ് ഒരു വിശ്വാസിയുടെ വിജയമെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാകേണ്ടത്. എന്നാൽ ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആ വിജയമാകുന്ന ലക്ഷ്യം നേടുന്നതിന് തടസ്സമാണ് ദുനിയാവിന്റെ മുകളിലുള്ള നമ്മുടെ ജീവിതമെന്ന് ഖുർആൻ പറയുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ലക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ആവശ്യവും ആഗ്രഹവും നശിപ്പിച്ചു കളയുന്ന ഒരാഡംബരമാണ്, ജീവിത സൗഖ്യമാണ് ദുനിയാവിന്റെ മുകളിലെ ജീവിതമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, ഈ സദസ്സിൽ ഒരുപാട് ഉമ്മമാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു, സംഘാടകർ പറഞ്ഞു. ഉമ്മമാരോട്, ഉപ്പമാരോട്, സ്നേഹനിധികളായ മുഅ്മിനീങ്ങളോട് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ വിജയം നേടാൻ ദുനിയാവിനെ ത്യജിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. ദുനിയാവിന്റെ മുകളിൽ ജീവിക്കുമ്പോൾ തന്നെ, ഈ ഭൂമിയിലെ മുകളിലുള്ള ജീവിതകാലത്ത് തന്നെ ദുനിയാവിനെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കണമെന്ന്. ദുനിയാവിന്റെ മുകളിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ദുനിയാവിനെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കണം എന്നാ പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ വളരെയേറെ കൗതുകകരമായ രീതിയിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരുപാട് അത്ഭുതകരമായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ. എന്താണ് ഇവിടെ പറയുന്നത്? മുഅ്മിനായ മനുഷ്യന്റെ ജീവിത വിജയം എന്ന് പറയുന്നത് നരകമോചനം ലഭിച്ച് സ്വർഗപ്രവേശനം ലഭിക്കണം. അതാണ് ഫമൻ സുഹ്സിഹ അനിന്നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു.